നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ പ്രദാനം ചെയ്ത് പൊടുന്നനെ ഒരു ദിവസം അപ്രത്യക്ഷമായി. പിന്നീട് ഒരു ദശാബ്ദത്തിന് ശേഷം സിനിമയിലേക്ക് മടങ്ങി വരുന്ന മറ്റാരുമല്ല, മലയാളത്തിന്റെ പ്രിയങ്കരിയായ അഭിരാമിയെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. നന്നായി പാടുമല്ലേ? പാടും. പാട്ടൊക്കെ പഠിച്ചിട്ടുള്ളല്ലേ അഭിരാമി? പഠിച്ചിട്ടുണ്ട്, കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടൊക്കെ ഇടയ്ക്ക് മൂളാറുള്ളത്? അയ്യോ, അത് ഓരോ ദിവസവും ഓരോ ഇന്ന് മൂളിക്കൊണ്ടിരുന്നത് ഞാൻ ഇന്ന് രാവിലെ ഒന്നും മൂളിയില്ലായിരുന്നു. ഈ പ്രോഗ്രാമിലേക്ക് വരുന്നുള്ള ടെൻഷനിൽ പാട്ടൊന്നും വന്നില്ല എനിക്ക്. ടെൻഷൻ വരുമ്പോ പാടുന്ന പാട്ട് ഏതാണ്? ടെൻഷൻ വരുമ്പോ എന്റെ ഈശ്വര ഞാനൊന്നും പാടാറില്ല. ആ ടെൻഷൻ പോകാൻ വേണ്ടി അഭിരാമി ഒന്ന് പാട്, ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. അകലെ അകലെ നീലാകാശം അലതലുവാകതീരം അരികിലെന്റെ ഹൃദയാകാശം അലതലും മേഘതീരം അകലെ ടെൻഷനൊക്കെ ഇങ്ങനെ അകലെ 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 അങ്ങ് പോയി. അഭിരാമി എവിടെ പോയിരുന്നു കുറെ കാലം? ഞാനന്ന് മുങ്ങിയല്ലേ? അക്ഷരാർത്ഥത്തിൽ മുങ്ങി. ഇപ്പൊ പൊങ്ങി. എവിടെയാണ് മുങ്ങുന്നത് എവിടെയാണ് പൊങ്ങുന്നത് ആൾക്കാരെ കുറിച്ച് അറിയില്ല എന്ന് പറയും. പക്ഷെ അഭിരാമി മുങ്ങിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആരും ഒരാളിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് എന്ന് നോക്കട്ടെ. ലെറ്റ്സ് സീ. ഹായ് അഭിഷേകി, എനിക്ക് അഭിഷേകിയോട് ചോദിക്കാനുള്ള ചോദ്യം തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അഭിഷേകിയുടെ സിനിമയിലേക്കുള്ള ഒരു കടന്നുവരവ് എന്ന് തന്നെ പറയാം. തുടർന്ന് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് കമൽഹാസൻ സാറിനെ പോലെയുള്ള ഒരു ഇന്ത്യൻ ഇതിഹാസത്തിനൊപ്പം തന്നെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനും സാധിച്ചു. അത് കഴിഞ്ഞ് ഒരിക്കൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, അഭിഷേക് കല്യാണം കഴിഞ്ഞ് US മാറുമ്പോൾ സിനിമയോട് ഗുഡ് ബൈ പറഞ്ഞാണ് ശരിക്കും പോയത്. രണ്ടാമതൊരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇത്രയധികം നല്ല നല്ല കഥാപാത്രങ്ങളും അവസരങ്ങളും ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു ഗുഡ് ബൈ പറഞ്ഞു പോയി എന്ന് പറയാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്ന് ഒന്ന് പറയാമോ? ഞാനൊന്നുകൂടെ ഒന്ന് പൊലിപ്പിക്കട്ടെ അത് അഭിരാമി. എന്താ കാരണം എന്ന് വെച്ചാൽ, അഭിരാമിനെ മലയാളികളെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. തെന്നിന്ത്യയിലെ നിരവധി ഭാഷകളിൽ അഭിനയിക്കുന്നു. തമിഴിൽ ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങൾ നൽകുന്നു. പൊടുന്നനെ ഒരുപാട് റോളുകളിലേക്ക് വരേണ്ട ഒരു നടി പൊടുന്നനെ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. ഇത് അഭിരാമിയുടെ ക്യാരക്ടറിലുള്ളതാണോ, അതെയോ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഡിസിഷൻ ആയിരുന്നോ, അതെയോ ഒന്ന് മാറി നിൽക്കുന്ന നല്ലതാണ്, അങ്ങനെ ഒരു പക്വതയോടെ എടുത്ത തീരുമാനമായിരുന്നു, അതെയോ ഭയങ്കര ഓൾട്ടൈറായിട്ടുള്ള മനസ്സിൻ്റെ ഒരു തീരുമാനമായിരുന്നു? വാട്ട് ഈസ് ദ ആക്ഷൻ? ഇന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം, അല്ലേ? കുറച്ച് നുണയും കുറച്ച് സത്യമൊക്കെ അല്ലേ മനുഷ്യന്റെ ജീവിതം പറയുന്നത്. വോളറ്റൈൽ ഡിസിഷൻ അല്ലായിരുന്നു. എന്നു വെച്ചാൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ പ്രിപ്പറേഷന് തന്നെ ഒരു 6 മാസം വേണം. കോളേജിൽ ആപ്ലിക്കേഷൻ അയക്കുന്നതും അതിന് മുമ്പ് എടുക്കേണ്ട ടെസ്റ്റ് എടുക്കുന്നതും എല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. ഇൻഫാക്ട് വിരുമാണ്ടി എന്ന പടം അഭിനയിക്കുമ്പോഴാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്സ് ഞാൻ വെക്കുന്നത്. അതിന് SAT TOEFL എന്നൊക്കെ പറഞ്ഞ പരീക്ഷകളൊക്കെ എഴുതി ഓരോ കോളേജസിൽ ആപ്ലിക്കേഷനൊക്കെ അയച്ച് വരുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ്. എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് ശരിക്കും പറയാൻ അറിയില്ല. അത് അന്നത്തെ ഒരു മാനസികാവസ്ഥ, അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. പക്ഷെ എന്തെന്നാലും ഒരു പ്ലാൻ ബി വേണം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. സിനിമ മാത്രമല്ല ജീവിതം എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്. ഒരു ആക്ടറിന്റെയോ ഇൻഫാക്ട് ആക്ട്രസിന്റെ കാര്യത്തിൽ ലൈഫ് സ്പാൻ വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് എന്തായാലും ഒരു പ്ലാൻ ബി വേണം എന്നുള്ളൊരു ഡെഫിനറ്റ് ആയിരുന്നു. ഹയർ സ്റ്റഡീസ് വേണം എന്നുള്ളത്. അതിപ്പം സൗത്ത് ഇന്ത്യയിൽ ചെയ്യുവാണെങ്കിൽ എനിക്കൊരു നോർമൽ സ്റ്റുഡന്റിന്റെ ഒരു ഫീല് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒന്നിൽ നോർത്ത് ഇന്ത്യയിൽ പോയി പഠിക്കണം, ഇല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കണം എന്നുള്ള 2 ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മുമ്പിൽ. സോ ഫാമിലിയിലെ എല്ലാവരും പ്ലാൻ ബി വേണമെന്ന് പറയുന്നത് എപ്പോഴും പ്ലാൻ എയിൽ കുറച്ച് തകരാറുകൾ സംഭവിക്കുമ്പോഴാണ്. അല്ല
പ്ലാൻ എ വളരെ സ്ട്രോങ് ആയി പോകുമ്പോൾ പ്ലാൻ ബിയുടെ പ്രസക്തി ഉണ്ടോ? എന്റെ Is it that relevant plan B? എന്റെ രീതിയിൽ അങ്ങനെയാണ്. ആണ്. നമ്മൾ മറ്റേ വേറെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അല്ല, എനിക്ക് പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. സോ സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണം എന്നുള്ളൊരു ഇത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മള് കുറെ പടങ്ങൾ ചെയ്ത് പിന്നെ പടങ്ങളൊന്നും കിട്ടാതെ ഒരുമാതിരി മാഞ്ഞു പോകുന്നതിനേക്കാളും നമ്മളായിട്ട് ഓൾ ഓഫ് എ സഡൻ പോകുമ്പോഴത്തേക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നമുക്ക് മൂമെന്റ് ആയിരിക്കും. അഭിരാമി പറഞ്ഞെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാ കാരണം വെച്ചാല് എല്ലാ തീരുമാനങ്ങളും ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണക്കുകൂട്ടി അപഗ്രഥിച്ച് അതിന്റെ ശിഷ്ടവും പോയിന്റൊക്കെ എടുത്തിട്ടൊന്നും എല്ലാ ആൾക്കാർ തീരുമാനിക്കുന്നത്. പലപ്പോഴും ആകസ്മികമായിട്ട് ആണ് പെട്ടെന്നെടുക്കുന്നത്. അങ്ങനെ ഒരു സ്പേർട്ട് ഓഫ് എ മൂമെന്റിന് വേണം എടുത്ത തീരുമാനമായിരിക്കാം വേണം പെട്ടെന്ന് ഞാൻ കുറച്ചു കാലം മാറി നിൽക്കുന്നു അല്ലെ. ആ സ്പേർട്ട് ഓഫ് എ മൊമെന്റിലേക്ക് വഴിതെളിച്ച ഇൻസിഡന്റ് എന്തായിരുന്നു? ഒരു 21 വയസ്സുകാരിക്ക് ബാക്കി എല്ലാ ഫ്രണ്ട്സും ഇപ്പൊ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു, പഠിക്കുന്നു, കോളേജ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കും ഒരു കൊതി ഉണ്ടായിരുന്നു, എനിക്കിത് വേണം, എനിക്കിത് അനുഭവിക്കണം എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷൻ പിന്നെ ചെയ്യാൻ പറ്റിയ നല്ല റോൾസ്, ഒരുപാട് അംഗീകാരം കിട്ടിയ ഒരു ഫൈനൽ റോൾ ആയിരുന്നു വിരമാണ്ടിയില്. ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സോ അപ്പൊ ഇപ്പൊ വേറൊരു ചാലഞ്ച് എടുക്കുവാണെങ്കിലും ഐ ബി ഹാപ്പി എന്നുള്ളത് മനസ്സിനകത്തുണ്ട്. ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് പെട്ടെന്ന് വേറൊരു ലോകത്തേക്ക്, അതും തന്നെ അറിയുപോലില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പറഞ്ഞു ഇനി അഭിരാമി എന്ത് കള്ളം പറയാൻ ശ്രമിച്ചാലും അത് ഉണ്ടാക്കാവുന്നൊരു മാനസികമായ അവസ്ഥ ചെറുതല്ല. എന്തെല്ലാം കൺവെൻഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. എത്ര ദിവസം കരഞ്ഞില്ല ഞാൻ സത്യമായിട്ട് എയർപോർട്ടിൽ. ഇല്ല ഞാൻ ഇത് ഏറ്റവും സത്യം, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞ സ്വന്തമായിട്ട് എടുത്തിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സത്യമേ ഇവിടെ പറയത്തുള്ളൂ. മേബി ഒരു ചെറിയ കള്ളമായിട്ട് പറഞ്ഞേക്കാം, പക്ഷെ മാക്സിമം സത്യം പറയണം എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ എടുത്ത് വന്നതാണ്. എയർപോർട്ടിൽ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയുടെയും തണലിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. എപ്പോഴും അച്ഛനും അമ്മയും ആരെങ്കിലും സെറ്റിൽ ആണെങ്കിലും വീട്ടിലാണെങ്കിലും കൂടെ ഉണ്ടാവും. സോ ആദ്യമായിട്ട് ഒറ്റ കുട്ടി വേറെ തനിയെ മാറി നിൽക്കുന്നതിൻ്റെ ഒരു പേടിയും ഒരു ടെൻഷനും ഒക്കെ ഉള്ളത് കൊണ്ട് എയർപോർട്ടിൽ ഇവിടെ പറയുമ്പോഴത്തേക്കും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അല്ലാതെ അവിടെ പോയിട്ട് വല്ലാതെ ഒരു ഏലിയൻ ടർഫിൽ ജീവിക്കുന്നു, ആരും അറിയുന്നില്ല. അത് ആസ്വദിച്ചതാണ്. ആസ്വദിച്ചു, ഡെഫിനറ്റ്ലി ആസ്വദിച്ചു. Hi, I'm Addie Carey, and I've been friends with Divya for about 10 years. I remember before I ever met Divya, there was this rumor going around at our university that there was a movie star in our class, and I remember thinking, that can't be true. And then one day, someone pointed her out to me in the cafeteria, and they said, that's her, that's the movie star. And I remember thinking, oh my gosh. And she was so beautiful and so vivacious that I remember thinking, yeah, she's definitely a movie star. Well, my question for you, Divya, is when was the time I embarrassed you the most by introducing you as a movie star? Love you. അഭിരാമിയുടെ സുഹൃത്താണോ അഡലൈഡ് കാരി എന്ന് പറഞ്ഞ one of my best friends. അഡിനെ മറ്റേ ചുരിദാറൊക്കെ ഇടിപ്പിച്ചു തുടങ്ങിയോ? ഇല്ല, ആഡി പകുതി ഇന്ത്യൻ ആണ്. അവളുടെ സോൾ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സോളാണ്. ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്, കുറെ കറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് എപ്പോ സംസാരിക്കുമ്പോഴും ഇന്ത്യനെ കുറിച്ച് ഭയങ്കരമായിട്ട് സ്നേഹത്തോടു കൂടി പറയുന്ന ഒരു വ്യക്തിയാണ് ആഡി. പിന്നെ ആഡിയുള്ള ഒരു സ്വഭാവം അവള് പറഞ്ഞ പോലെ തന്നെ, ഞാൻ എത്ര വേണ്ട പറഞ്ഞാലും ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും അത് ഷോപ്പിങ്ങിനാവട്ടെ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ആവട്ടെ അല്ലെങ്കിൽ ഏത് സ്ട്രേഞ്ചറിന്റെ അടുത്തും ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ പറയും, ഡിഡ് യു നോ ദാറ്റ് ഷീസ് എ മൂവി സ്റ്റാർ എന്ന് പറഞ്ഞ് അതങ്ങ് പൊളിക്കും. എന്തിനാ ഈ പറയുന്നതെന്നുള്ളത് എപ്പോഴും അവളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. 2 വർഷം കഴിഞ്ഞോ മലയാളി സൗത്ത് ഇന്ത്യൻ തന്നെ ഞാൻ മാത്രമേ. ആരും അറിയാൻ പാടില്ല. അങ്ങനൊന്നുമില്ല. നല്ലൊരു കോളേജ് ആയിരുന്നു ഞാൻ പഠിച്ചത്. പിന്നെ അവിടുത്തെ സ്കോളർഷിപ്പ് സിസ്റ്റം അതെല്ലാം നല്ലതായിരുന്നു. പിന്നെ എന്റെ അങ്കിളും അതേ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, ഒരു 1.5 മണിക്കൂർ ദൂരെ. അമ്മയുടെ ചേട്ടൻ അഭിരാമി എവിടെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു. അതായത് ഞാൻ എന്നെ തന്നെ മറക്കുകയാണ്, ഞാനൊരു നാർസിസ്റ്റായി തുടങ്ങി, എനിക്ക് വേറെ ആൾക്കാരെ കുറിച്ചൊന്നും ചിന്തയില്ല, ഞാൻ അച്ഛനെ അമ്മയെ പോലും ഞാൻ മറക്കുന്ന ഒരു അവസ്ഥ വന്നു, എനിക്ക് എന്നെ മാത്രമാകുന്നു,
ഞാൻ അല്പം സെൽഫിഷ് ആകുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കുറച്ച് ബ്രേക്ക് ചെയ്യണം, എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയണം, അങ്ങനെയാണ് സിനിമയിൽ നിന്ന് മാറുന്നത് എന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെയോ സംസാരിച്ചായിട്ട് ഞാൻ വായിച്ചു. ഇത് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. സിനിമയിലേക്ക് രണ്ടാമത്തെ ഒരു വരവ് വന്ന ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ പോകാൻ കാരണം ഞാൻ സിനിമയിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്ക് മാറുമായിരുന്നു, മറ്റുള്ളവരെല്ലാം മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അച്ചടിച്ചു വെക്കും. അത് അച്ചടിച്ച് വരുന്ന എല്ലാം വിശ്വസിക്കാൻ പാടില്ല. ഓ ശരി. അതാണ് ഇത്രയും കാലം ജേർണലിസം ഫീൽഡ് ഉണ്ടായിരുന്നിട്ട് അതറിയില്ലേ? അഭിരാമി പറഞ്ഞാണ് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യണത്. പക്ഷെ എന്തോ ഒരു സ്വഭാവത്തിൽ ഒരു രസതന്ത്രത്തിലൊരു മാറ്റം വന്നിരുന്നല്ലേ? കുറച്ച് ഐ ഗെസ് അതിൽ ചെറിയൊരു ട്രൂത്ത് എല്ലാ ഒരു ആർട്ടിസ്റ്റിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. എവിടെ പോയാലും ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നു, എവിടെ പോയാലും പ്രശംസ കിട്ടുന്നു, എവിടെ പോയാലും ഒരു നോർമൽസി ഇല്ലാതെ പോകുമ്പോഴത്തേക്കും അത് ഒരു പരിധി വരെ നമ്മൾ എഫക്ട് ചെയ്യും. ഒരു ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞുള്ള ഒരു വിചാരം. ചെറിയ വയസ്സിൽ തന്നെ ആൾക്കാർ അഭിരാമി കൊണ്ട് ഓട്ടോഗ്രാഫ് എഴുതിപ്പിക്കുന്നു, അപ്പോഴേക്കും നമ്മൾ വേറൊരു ലോകത്തേക്ക് മാറുന്നു. കുറച്ച് ഒരു പരിധി വരെ ഡെഫിനറ്റ്ലി ഒരു മാറ്റം വരും. കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ. അത്രയ്ക്കൊന്നും പോയില്ല. ഇല്ല. പക്ഷെ എന്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫുൾ ക്രെഡിറ്റ് ടു ദം. വളർത്തിയത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെയാണ് വളർത്തിയത്. സോ എന്ത് തന്നെ ആയാലും വീട്ടിലെത്തുമ്പോൾ ഞാൻ അവരുടെ മകളും അവർക്ക് ശാസിക്കാനും അവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കാനും അർഹതയുള്ള ഒരു പേരൻസ് ആയിട്ട് തന്നെയാണ് അവരെന്റെ മുമ്പിൽ ഇരുന്നത്. സോ സത്യമായിട്ടും എത്രയോ പ്രാവശ്യം അച്ഛനെ അമ്മയെ ധിക്കരിച്ചിട്ട് അഭിരാമി പോയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും വാശിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ധിക്കരിച്ചിട്ട് അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തികൾ എന്നിൽ ഒരുപാട് വിശ്വാസമുണ്ട് അവർക്ക്. ആ ഒരു വിശ്വാസം മകളായത് കൊണ്ടുള്ള ഒരു പരിലാളന ഒരുപാട് അഭിരാമിക്ക് കിട്ടിയല്ലേ? അങ്ങനെ ലാളിച്ചിട്ടൊന്നും അല്ല വളർത്തിയത്. എന്റെ ഒരു 10-15 വയസ്സ് തൊട്ട് എന്നെ ഒരു അഡൾട്ട് ആയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സ്വന്തം ഡിസിഷൻസ് എടുക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയായിട്ട്. അങ്ങനെ അതിനെ എൻകറേജ് ചെയ്താണ് എന്നെ വളർത്തിയത്. എല്ലാരും എനിക്കിട്ട് വാര വെച്ചിട്ടുണ്ടല്ലേ. ഞാൻ എന്റെ മകളിൽ കാണുന്ന ഒരു നല്ല ക്വാളിറ്റി, അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് ഇൻ എ ക്രൈസിസ് സിറ്റുവേഷൻ. അത് അവൾ ചെറുപ്പം മുതലേ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അതായത് ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് കൂൾ നഷ്ടപ്പെടാണ്ട് അതിനെ ഫേസ് ചെയ്താലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് അവള് അപ്പോഴും കാണിച്ചു, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇപ്പോഴും പല സിറ്റുവേഷൻസും ഉണ്ട്. എല്ലാം ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഐ റിയലി അഡ്മയർ ദർ ക്വാളിറ്റി ഇൻ ഹർ ആൻഡ് ഐ വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ് ഇൻ ലൈഫ്. അച്ഛനെന്തെങ്കിലും വാങ്ങിക്കൊടുത്തോ വന്നപ്പോൾ? ഇത്ര നല്ല കാര്യം മാത്രം അച്ഛൻ്റെയും എൻ്റെയും ഒരു കണക്ഷൻ ഇസ് വെരി ഡിഫറെന്റ്. ഞങ്ങള് പലപ്പോഴും ഞാനും അച്ഛനും മാത്രം ചിലപ്പോൾ തനിയെ വീട്ടിലുള്ള സമയങ്ങൾ ഉണ്ടാവാറുണ്ട്, സന്ദർഭം ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് ഫുൾ ഡേ സംസാരിച്ച് ചെലവഴിക്കൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് അവിടെ എന്റെയും അച്ഛന്റെയും പ്രസൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഒരു നിശബ്ദമായ കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പല സിറ്റുവേഷൻസിലും വളരെ കുറച്ച് വാക്കുകളാണ് അച്ഛൻ എനിക്ക് അഡ്വൈസ് തരുന്നതോ ഇല്ലെങ്കിൽ ഒരു സജഷൻ തരുന്നതോ എന്താണെങ്കിലും. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അച്ഛൻ. സോ ഞങ്ങളുടെ കണക്ഷൻ ഇസ് അമ്മയുടെ കണക്ഷനേക്കാളും വളരെ വ്യത്യസ്തമായ ഒരു കണക്ഷനാണ് അച്ഛൻ്റെ. അത്ര പ്രകടമല്ലാത്ത ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ. ഞാൻ എന്താ എന്റെ മനസ്സിനകത്ത് എന്താ ഓടുന്നതെന്ന് അഭിരാമി ഭയങ്കര ക്രൈസിസ് മാനേജറാന്ന് പറയാൻ കാരണം അതെനിക്കറിയില്ല. ഒരുപാട് ക്രൈസിസിൽ അഭിരാമി പെട്ടത് കൊണ്ട് പറയുന്നതാണോ? അതെനിക്കറിയില്ല, അത് അച്ഛൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. അത് പെട്ടുകഴിഞ്ഞാൽ അതിനകത്ത് രക്ഷപ്പെടാനുള്ള ഒരു മറുമരുന്ന് അഭിരാമിക്ക് ഉള്ളത് കൊണ്ടാണോ? ഇല്ല, ഞാൻ പൊതുവെ അങ്ങനെ ഒരു എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഒരുപാട് അങ്ങ് ടെൻഷൻ അടിച്ച് അതിന്റെ എങ്ങനെയാണ് ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പാനിക് സിറ്റുവേഷനിലൊന്നും പോവാറില്ല. ഒരു വരും വരായികളെ കുറിച്ച് ഓർത്ത് വല്ലാതെ അങ്ങനെ വ്യാകുലപ്പെടാറില്ല. ഇല്ല അങ്ങനെ ഇല്ല. ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ എനിക്ക് നടക്കാൻ വിധിച്ചിട്ടുള്ളതെല്ലാം നടക്കും. അത് ഇപ്പൊ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ദിസ് ടു ഷാൽ പാസ് എന്നുള്ളൊരു ഇതൊരു വിധിയാണ്, അത് നമുക്ക് അനുഭവിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ചിന്തയിലേക്കാണ്. അല്ലാതെ ചങ്കത്തടിച്ച് നിലവിളിക്കുന്നു ഇല്ല. പക്ഷെ സാധാരണഗതിയിൽ നിങ്ങളുടെയൊക്കെ ഒരു ലീനേജിൽ ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻസ് ഉണ്ടാവും. തമിഴ് ബ്രാഹ്മൺ കുടുംബത്തിലൊക്കെ എക്സ്പ്രഷൻസ് വളരെ സ്ട്രോങ് ആണ്. അഭിരാമിക്ക് എക്സ്പ്രഷൻസ് ഒന്നുമില്ലേ? എക്സ്പ്രഷൻസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എക്സ്ട്രീം. ടൈംലെസ് മെലോഡി ഡൗൺ. I guess so. അതെ. പിന്നെ ഒരു ചെറു വയസ്സിൽ തന്നെ ഒരുപാട് എക്സ്പോഷർ അഭിരാമിക്ക് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത.
സ്കൂളിൽ പഠിക്കും. എപ്പോഴാണ് വന്ന് ഈ സ്ക്രീനിന്റെ ഒരു മിനി സ്ക്രീനിൽ തുടങ്ങിയത് 10ാം ക്ലാസ്സിലെ വെക്കേഷൻ 10ാം ക്ലാസ്സിൽ? ദാറ്റ് വാസ് ആൻ ഏഷ്യാനെറ്റ് അല്ലേ? ഏഷ്യാനെറ്റ്. അത് അവിടെ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ മലയാളം സിനിമ, തമിഴ് സിനിമ, കന്നഡ, തെലുങ്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു 6 വർഷം നീണ്ടു നിന്നു. സ്കൂൾ ജീവിതത്തിൽ എനിക്കൊന്ന് സ്കൂൾ ജീവിതത്തിലായിരിക്കും അഭിരാമിനെ മോൾഡ് ചെയ്തിട്ടുണ്ടാവുക. അഭിരാമി സിനിമയിലേക്ക് വരുമ്പോൾ സ്കൂൾ ജീവിതത്തിന്റെ ബാക്കപ്പ് അല്ലേ ഉള്ളൂ, അതെ അല്ലേ? അതെ. ഒരു കോളേജ് ജീവിതത്തിന്റെ ബാക്കപ്പ് എന്ന് പറയാനില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ജീവിതമാണ് അഭിരാമിയുടെ സിനിമയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ പ്രദാനം ചെയ്യാനുള്ള ഒരു അറിവിന്റെ ഒരു മേഖല. ക്രൈസ്റ്റ് നഗറിലാണോ അല്ലേ? ക്രൈസ്റ്റ് നഗറിൽ ട്രിവാൻഡ്രത്ത് പഠിച്ചു. ഒരു 2-3 സ്കൂൾസിൽ പഠിച്ചിട്ടുണ്ട് സ്കൂൾ ജീവിതം മുഴുവൻ. എറണാകുളത്ത് നേവൽ പബ്ലിക് സ്കൂളിലാണ് ഫസ്റ്റ് തുടങ്ങിയത്. അവിടുന്ന് ആര്യൻ സ്കൂളിൽ ഒരു 2.5 വർഷം പഠിച്ചു. പിന്നെ അവിടുന്ന് ക്രൈസ്റ്റ് നഗർ. അഭിരാമിയെ പിന്നീട് വിവാഹം കഴിച്ച അഭിരാമിയുടെ കാമുകനായി മാറിയ എന്താ പറയാ ഭർത്താവ് കൂടെ പഠിച്ച ആളാണ്. സ്കൂളിൽ 3 ആഴ്ച പഠിച്ചിട്ടുള്ളൂ. 3 ആഴ്ച കൊണ്ട് തന്നെ പ്രണയമായി? ഇല്ല, അന്ന് ഫ്രണ്ടായിരുന്നു, അന്ന് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പൊ പ്രണയിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മില്. അത് കുറെ കാലം നീണ്ടു നിന്നു. എത്ര ക്ലാസ്സിലാണ് നിങ്ങൾ? 11ാം ക്ലാസ്സിൽ. എന്നാലും ചില ആശയങ്ങളൊക്കെ വേണമെങ്കിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ഒരു ട്രിവാൻഡ്രത്തില് വളർന്ന ഒരു പെൺകുട്ടിക്കും ട്രിവാൻഡ്രത്ത് വളർന്ന ഒരു പയ്യനും എന്തോരം പ്രണയിക്കാൻ പറ്റും? അതിനുള്ള സാഹചര്യം ഇല്ല. അതൊന്നും ഇല്ല, അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. അതാണ് അഭിരാമി അമേരിക്കയിലേക്ക് പോയത് പ്രണയിക്കാനായിട്ടല്ലേ? നമ്മുടെ പൃഥ്വിരാജ് ഒക്കെ ക്ലാസ്സിലുണ്ടായിരുന്നു? ക്ലാസ് അല്ലായിരുന്നു, വേറെ ഡിവിഷൻ ആയിരുന്നു. പക്ഷെ ഒരേ ബാച്ച് ആയിരുന്നു ഞങ്ങൾ എല്ലാരും. അന്നറിയായിരുന്നു അന്ന് കമ്പനി ആയിരുന്നു. ഞങ്ങള് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു കോമ്പറ്റീഷനൊക്കെ പോവായിരുന്നു. അപ്പം പൃഥ്വി ഞാനും എല്ലാം ഒരേ ടീമിൽ ഉള്ള അംഗങ്ങളായിരുന്നു. അപ്പൊ അന്ന് തന്നെ പരിചയം ഉണ്ടായിരുന്നു. ആ ഒരു പരിചയം വർഷങ്ങളായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ കോണ്ടാക്ട്. വരട്ടെ, ഒരു സുഹൃത്ത് വരുന്നുണ്ട്. ദിവ്യ മറന്നിട്ടുള്ള ചാൻസ് ഇല്ല. പണ്ട് നമ്മുടെ ഇവാനിസിന്റെ ഗെറ്റ് ടുഗദറിന്റെ അന്ന് എൻ്റെ പുതിയ സെൻ അന്ന് ആദ്യമായിട്ട് ഓടിക്കുന്ന ദിവസം നമ്മളെല്ലാം കൂടെ വഴുതക്കാട് ഐസ്ക്രീം പാർലറിൽ ഐസ്ക്രീം കുടിക്കാൻ പോയപ്പോൾ ഒരു KSRTC ബസ് വന്ന് നമ്മളെ ഫുട്ബോൾ തരുമ്പോൾ തട്ടി ഓർമ്മ ഉണ്ടാവുമല്ലോ. അതിനുശേഷം കുറേ കാലം ദിവ്യയ്ക്ക് KSRTC ബസ്സിന്റെ സ്വപ്നം ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ സ്വപ്നമൊക്കെ കാണാറുണ്ട്. എന്താണ് KSRTC? അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങള് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ലൈസൻസ് കിട്ടിയ പ്രായമാണ് 18 വയസ്സ്. അപ്പം ഞാൻ എന്റെ ക്ലാസ്സിനേക്കാൾ 1 വയസ്സ് ജൂനിയർ. അപ്പൊ എനിക്ക് 17 വയസ്സിൽ ഞാൻ കുട്ടിയാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ കുട്ടിയായിരുന്നു. സോ ഇത് ഈ പുള്ളിയുടെ പേര് കിഷോർ എന്നാ. അപ്പൊ കിഷോറും ജിത്തു എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ട് ജയശങ്കർ, പിന്നെ രശ്മി, ഷംഷാദ്, ഞങ്ങൾ 3 പെൺപിള്ളേരും ബാക്കില്. കിഷോറിന്റെ പുതിയ വണ്ടി, ബ്രാൻഡ് ന്യൂ വണ്ടി. ഞങ്ങള് വെള്ളയമ്പലം ജംഗ്ഷന്, മറ്റേ എടപ്പഴഞ്ഞി എന്ന് വരുന്ന റോഡ് കഴിഞ്ഞ് വെള്ളയമ്പലം ജംഗ്ഷനിലേക്ക് പോവാണ്. അപ്പം കിഷോർ കുറച്ച് സ്പീഡിൽ പോയപ്പോഴത്തേക്ക് ഒരു KSRTC ബസ്സിന് തിരിയാനുള്ളത് അങ്ങനെ ബ്രേക്ക് ഇട്ടിട്ട് മെല്ലെ തിരിയേണ്ടി വന്നത്. അതിന്റെ അരിശം തീർത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളയമ്പലം ജംഗ്ഷൻ ഞങ്ങൾ ഇവിടെ സിഗ്നലിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ എന്തിനോ വേണ്ടി തിരിഞ്ഞു നോക്കി. അപ്പം സെൻ കാർ എന്നുള്ളത് അറിയാമല്ലോ, ബാക്ക് സീറ്റും ബാക്ക് കണ്ണാടിയും തമ്മിൽ ഒരു അടിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോ ഒരു ഗ്രീൻ ബസ് ഇങ്ങനെ വരുന്നു. അത് നിർത്തുന്നില്ല. പിന്നെ വന്ന് ഡബേന്ന് ഇടിച്ച് ചില്ലൊക്കെ പൊട്ടി. സോ ബസ്സിന്റെ ഫ്രണ്ടും എന്റെ മുഖവും തമ്മിൽ ഒരടിയുടെ വ്യത്യാസമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ബഹളമായി അവിടെ. എന്നിട്ട് ആൾക്കാരൊക്കെ കൂടി. അഭിരാമി തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഇടിച്ചതെന്നാണോ ഇപ്പൊ കിഷോർ പറയുന്നത്? അല്ല, അങ്ങനെയൊന്നും അല്ല. അപ്പൊ പിന്നെ ഞാനപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്നേ ഉള്ളൂ, എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. അഭിരാമി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ ഡ്രൈവർ വേണം അഭിരാമി നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അയ്യോ, അങ്ങനെയല്ലേ സാധ്യത? ഇത്രയും പൊക്കത്തി ഇരിക്കുന്ന ഡ്രൈവറിനെ കുട്ടി അതുകൊണ്ടാണല്ലോ ഇടിച്ചത്. പിന്നെ ഞാൻ ഡ്രൈവേഴ്സ് ടെസ്റ്റിന് വേണ്ടി എന്റെ അച്ഛൻ കൂടെ വരുമായിരുന്നു വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. റിയർ വ്യൂ മിററിൽ പച്ച കളർ KSRTC ബസ് കണ്ടാൽ ഞാൻ അപ്പൊ ഒതുക്കും വണ്ടി. പച്ചപ്പ ഇപ്പം വലിയ അപകടം പിടിച്ച ഒരു കളറാണ്. അതെ, അന്ന് ഒരു 2 മാസം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അത് മാറി. എന്തായാലും കിഷോർ അക്കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. അതുപോലെ അഭിരാമിയുടെ ചില കാര്യങ്ങൾ ഓർമ്മയുള്ള ഒരാളും കൂടിയുണ്ട്. വരട്ടെ. ദിവ്യയെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു അധ്യാപികയാണ് ഞാൻ. 17 വർഷങ്ങൾക്ക് മുമ്പോട്ട് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദിവ്യ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ സന്തോഷമുള്ള, ബബ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ 17 വർഷങ്ങളും വ്യത്യസ്തമായ പല പടവുകൾ ചവിട്ടി കയറിയെങ്കിലും ഞാനുമായിട്ടുള്ള ബന്ധം അവളെ എപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. മാർവാനീസ് കോളേജിൻ്റെ ഗോൾഡൻ ജൂബിലി സമയത്ത് അവൾ അഭിനയിച്ച ഈഡിപ്പസ് എന്ന നാടകത്തിലെ ജൊക്കാസ്റ്റ എന്ന ക്യാരക്ടർ വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടിയായിരുന്നു.
അവൾ അതിൽ ജൊക്കാസ്റ്റി ആയിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു പിൽക്കാലത്ത് അവൾ പ്രശസ്തമായ ഒരു സിനിമാ നടിയായി മാറാനുള്ള എല്ലാ കേപ്പബിലിറ്റീസും ഉള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു നടിയാണ് അവളെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. ടീച്ചർ പറഞ്ഞ് തകർത്ത് കേട്ടോ. ഇത് ടീച്ചറിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് കുറച്ച് എക്സ്ട്രാ പറഞ്ഞതാ. എന്തായാലും പക്ഷേ സ്കൂൾ കോളേജ് പഠിക്കുന്ന സമയത്ത് വളരെ ആക്റ്റീവ് ആയിരുന്നു അഭിരാമി. അതെ, അത് ക്ലാസ്സിൽ കയറുന്നതിനേക്കാളും കൂടുതൽ സ്റ്റേജിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. അത് എന്ത് തന്നെയാണെങ്കിലും, സ്പീച്ച് ആണെങ്കിലും നാടകമാണെങ്കിലും പാട്ട്, ഡാൻസ്, എന്ത് എല്ലാം. മോണോ ആക്ട് എല്ലാം. മോണോ ആക്ട് ചെയ്തിട്ടുണ്ട് 1-2 പ്രാവശ്യം, മിമിക്രി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇഷ്ടമാണ് എല്ലാ ആർട്സും, ക്രിയേറ്റീവ് ആർട്സിനോട് എല്ലാം വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. സിനിമ എന്നുള്ളൊരു സങ്കല്പമൊക്കെ അഭിരാമിയുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത്. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ആരും തന്നെ സിനിമയിൽ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രീം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഓരോരുത്തരൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഒരു മോഹം തോന്നുമായിരുന്നു. ടീച്ചർ ഇപ്പോൾ അഭിരാമിനെ ദിവ്യ എന്നാ വിളിച്ചത്. ദിവ്യ ശരിക്കുള്ള പേര് ദിവ്യ. ഇപ്പോൾ പാസ്പോർട്ടിൽ ദിവ്യയാണ്. ദിവ്യാണ് ഡ്രൈവേഴ്സ് ലൈസൻസ്. ദിവ്യയിൽ നിന്ന് അഭിരാമിയിലേക്കുള്ള ഒരു മാറ്റം എവിടെ തുടങ്ങിയത്? ടിവിയില് ഫസ്റ്റ് ഷോ ചെയ്ത് തുടങ്ങിയപ്പോ അവര് ചോദിച്ചു പേര് മാറ്റണോന്ന് ചോദിച്ചു. എനിക്ക് പണ്ട് ദിവ്യ എന്നുള്ള പേര് ഇഷ്ടമല്ലായിരുന്നു. എന്നുവെച്ചാൽ ഒത്തിരി കോമൺ ആയിട്ടുള്ള പേരായതുകൊണ്ട് എനിക്ക് അത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാന്ന് പറഞ്ഞ കൊച്ചിലേ തൊട്ട് ഇഷ്ടം തോന്നിയ ഒരു പേരാണ് അഭിരാമി. അപ്പം അഭിരാമി എന്നുള്ള പേരാക്കാന്ന് പറഞ്ഞു. അഭിരാമിയിൽ ഒരു കമലഹാസൻ ഫാക്ടർ ഉണ്ടല്ലേ? പിന്നെ അതാണല്ലോ അതിന്റെ ഉത്ഭവം. ഗുണ എന്ന് പറഞ്ഞ പടത്തിൽ കമൽ സാർ അഭിരാമി അഭിരാമി എന്ന് പറയുന്നത് കേട്ട് ആ ഒരു പേരിനോട് ഇഷ്ടം തോന്നി. 7 വയസ്സിലെ കമലഹാസനോടൊന്നും ഇഷ്ടം തോന്നിയില്ല, പക്ഷെ പേരിനോട് ഡെഫിനറ്റ്ലി. ഞാൻ കമലഹാസനെ പിന്നീട് കൊണ്ടുവരും. ഞാൻ ഈ ചോദ്യം ഞാൻ ചോദിക്കും, 7 വയസ്സിൽ കമലഹാസനോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെയൊന്നും അറിയില്ലല്ലോ, അത് പിന്നീട് ഞാൻ കൊണ്ടുവരാം. 7 കഴിഞ്ഞ ശേഷം അഭിരാമി ആദ്യം സിനിമയിലേക്കുള്ള ഒരു വരവ് അടൂർ സാർ. അതെ, ചെറിയ ആളൊന്നുമല്ല, ലോകപ്രശസ്തനായിട്ടുള്ള സംവിധായകന്റെ സിനിമയിൽ ബാലവേഷത്തിലേക്കാണല്ലേ? അതെ. എങ്കിലും വലിയൊരു വഴിത്തിരിവ്. എനിക്ക് തോന്നുന്നു ഒരു ബയോഡേറ്റയൊക്കെ തയ്യാറാക്കുമ്പോൾ അടൂർ സാറിന്റെ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതെങ്ങനെ അത് മുഴച്ചിരിക്കും. എങ്ങനെ സംഭവിച്ചത്? അത് വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ്. അത് അടൂർ സാർ കഥാപുരുഷന് വേണ്ടി കാസ്റ്റ് ചെയ്യുമ്പോൾ പേപ്പറിൽ 2 കൊച്ചുകുട്ടികളുടെ പടം ഇട്ടിട്ട് ഈ മുഖത്തിനോട് സാദൃശ്യം തോന്നുന്ന കുട്ടികൾ, ഈ വയസ്സ് തൊട്ട് ഈ വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, പീസ് ഉണ്ടായിരുന്നു. എന്റെ അമ്മ അത് കണ്ടിട്ട് ഓ ഇത് കൊള്ളാലോ, ഈ പെൺകുട്ടീനെ കാണാൻ നമ്മുടെ മോളെ പോലെ ഉണ്ടല്ലോ എന്ന് തോന്നി. ഹായ് ജോൺ ബ്രിട്ടേഴ്സ്, ഹായ് ദിവ്യ. ഞാൻ ദിവ്യയുടെ അമ്മ. ദിവ്യ ചെറിയ പ്രായത്തിൽ, അതായത് 11 വയസ്സിൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. ആൻഡ് അവളുടെ കൂടെ ഒരുപാട് ലൊക്കേഷനിൽ ഞാനാണ് അവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവൾ ക്യാമറയെ ഫേസ് ചെയ്ത് അഭിനയിക്കുന്നതൊക്കെ കണ്ട് വളരെയധികം സന്തോഷിച്ചിട്ടുമുണ്ട്. എങ്കിലും എൻ്റെ ചോദ്യം ഇതാണ്, അടൂർ സാറിന്റെ കഥാപുരുഷൻ എന്ന പടത്തിൽ ഫസ്റ്റ് ഡേ നീ ക്യാമറയെ ഫേസ് ചെയ്തപ്പോൾ നിന്റെ മനസ്സിൽ കൂടെ പോയ വികാരങ്ങൾ അത് ഈ വേദിയിൽ കൂടെ നീ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നി. അതാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അഭിരാമി കഥാപുരുഷൻ അടൂർ സാറിന്റെ സിനിമ, എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന അഭിരാമിയുടെ ജീവിത ഏടുകളിലൊന്നും അമ്മ കാരണമാണ് അത് സംഭവിച്ചത്. അതുകൊണ്ടാവാം അമ്മയാണ് നിമിത്തമായത്. അതെ, അമ്മയുടെ എഫേർട്ട് ആയിരുന്നു. ആ ആപ്ലിക്കേഷൻ അയക്കുന്നതും ഫോട്ടോ എടുത്ത് അടൂർ സാറിന്റെ ടീമിലോട്ട് അയക്കുന്നതെല്ലാം അമ്മയാണ് ചെയ്തത്. എനിക്ക് അന്ന് കൊച്ചുകുട്ടിയായതുകൊണ്ട് ഞാൻ അതിൽ ഒട്ടും ഇൻവോൾവ് അല്ലായിരുന്നു. അമ്മ പറഞ്ഞു ഇങ്ങനെ ഞാൻ അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് അതിന്റെ ഒരു സീരിയസ്നെസ്സോ അടൂർ സാറ് ആരാണ്, ഇത്രയും മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആ ഒരു ഇതൊന്നും എനിക്കില്ലായിരുന്നു. സോ അമ്മ ചോദിച്ചു, ആദ്യത്തെ ഫസ്റ്റ് ഷോട്ടിന്റെ സമയത്ത് അഭിരാമി എന്നുള്ള കുട്ടിയുടെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല, പേടിയായിരുന്നു? പേടിയില്ലായിരുന്നു ആക്ച്വലി. ആ സെറ്റിൽ കുറെ കൊച്ചുകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ആ ഒരു അടൂരിൽ തന്നെയായിരുന്നു ഷൂട്ട്. ആ ഒരു തറവാട്ടില് ഞങ്ങള് ഈ അതിന്റെ തിണ്ണയിൽ ഇരുന്നിട്ട് കല്ലുകളി ഇല്ലെങ്കിൽ ഈ കളം വരച്ചിട്ടുള്ള കളികളൊക്കെ കളിക്കുന്നതിനിടയ്ക്ക് വിളിച്ചൊരു ഷോട്ട് ചെയ്യിപ്പിക്കും. സോ അന്ന് സാറ് പറഞ്ഞു തരുന്ന പോലെ, അല്ലെങ്കിൽ അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്ന പോലെ നമ്മൾ നിന്നു ഒന്ന് തൊഴുതിട്ട് ഇറങ്ങി പോകുന്ന ഒരു ഷോട്ടായിരുന്നു ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. അന്ന് പേടിയൊന്നും ഇല്ലായിരുന്നു, ചെയ്തു. അന്ന് പേടിക്കാൻ പറ്റുന്ന ഒരു വയസ്സും ആയിട്ടില്ല, ഇല്ല, ചെറിയ കുട്ടിയാണ്. അതെ, വളരെ കാഷ്വൽ ആയിട്ട് കാര്യങ്ങളൊക്കെ. അതെ അതെ. അപ്പം വേറൊരു കുട്ടി ഉണ്ടായിരുന്നു എന്റെ കൂടെ, എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച കുട്ടി. ആ കുട്ടി ഡാൻസ് പഠിച്ചിട്ടുള്ള കുട്ടിയാണ്.
അപ്പം അവൾ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം എക്സ്പ്രഷൻസ്, അതായത് ദുഃഖത്തിന്റെ എക്സ്പ്രഷനൊക്കെ മുഖത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം 1-2 പ്രാവശ്യം അവളെ കൊണ്ട് പിന്നെയും ചെയ്യിപ്പിച്ചു. അപ്പോ എനിക്ക് ബോറടിച്ചു തുടങ്ങി. ഇത് ഒരേ സാധനം തന്നെയാണല്ലോ പിന്നെയും ചെയ്യുന്നത്. പിന്നെ അടൂർ സാറ് ഒരു ഷോട്ട് കറക്റ്റ് ആയിട്ട് വരുന്നവരെ 25 ടേക്കാണെങ്കിൽ 25 ടേക്കും എടുക്കും. പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും ബോറടിച്ചു തുടങ്ങി. പിന്നെ അത് അങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. ആ ഒരു അത്രയുള്ള ഒരു അറിവ് എനിക്ക് അന്നുണ്ട്. ഒരു കണക്കിന് വേണമെങ്കിൽ അമ്മയുടെ മനസ്സിലായിരിക്കും ഭയം വന്നത്. പ്രോബബ്ലി മകൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത്. അതെ ആയിരുന്നിരിക്കാം. അമ്മയും അച്ഛനും 2 പേരും ഉണ്ടായിരുന്നു അവിടെ ലൊക്കേഷനിൽ. പക്ഷെ ഒരു നല്ലൊരു ഫാമിലി, ഒരു എല്ലാരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ലളിത ആന്റി ഒക്കെ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലി ആംബിയൻസ് ഉണ്ട്. അതെ അതെ. ഈ അഭിരാമിനെ ഓർക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ മലയാള സിനിമയിലും ഇതുമായി ബന്ധപ്പെട്ട മേഖലയിലുണ്ട്. ഞാൻ അതിലൊരാളെ കൊണ്ടുവരാം, നോക്കിക്കോളൂ. ഹലോ ചേട്ടാ, നമസ്കാരം. അഭിരാമി എനിക്കങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. അവളെനിക്ക് ദിവ്യ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് എൻ്റെ കൂടെ അഭിനയിക്കുന്നത്. എൻ്റെ അനിയത്തിയായിട്ടോ മറ്റോ ആണ് അഭിനയിച്ചത്, അതോ അനിയൻ്റെ കാമുകിയായിട്ടോ എന്തോ ആണ് അഭിനയിച്ചത്. അന്ന് തൊട്ടേ എനിക്ക് ദിവ്യ അറിയാം. ഇപ്പോഴും എനിക്ക് ദിവ്യ എന്ന് പറയുന്നത് അതേ മുഖഭാവവും, അവൾ എത്ര വലുതായെന്ന് പറഞ്ഞാലും വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലൊക്കെ പോയിട്ട് ഒരു അറിവുമില്ല. ഇത് വലിയ ജാടയിൽ തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചിട്ട്, ഹലോ എന്നെ അറിയാമോ, ഞാൻ വർഷങ്ങളായിട്ടുള്ള പരിചയമാണെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഡയലോഗിൽ തന്നെ ഞാൻ പിടിച്ചു, ദിവ്യയല്ലേ? ദിവ്യ ഏത് ദിവ്യ? ഞാൻ പറഞ്ഞ അഭിരാമി എന്ന ദിവ്യ. ഷോ എങ്ങനെ മനസ്സിലായി? അവള് നമ്മളെ മറന്നാലും നമുക്ക് അവളെ മറക്കാൻ പറ്റത്തില്ല. അവളുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അന്ന് പോലുള്ള. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടാസൊക്കെ ചോദിച്ചു നോക്കിയാൽ അവളുടെ അടുത്ത് അവളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന്. എന്താണെന്നറിയോ? ദോശയും പുളിയില്ലാത്ത തൈര്. ഇതെന്താണ് ദോശയുടെ പുളിയില്ലാത്ത തൈരിന്റെ രഹസ്യം? സാധാരണ ദോശയുടെ കൂടെ ആരും തൈര് കഴിക്കാറില്ല. എനിക്കത് ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ദോശയും പിന്നെ ഒരു മുളകും പരിപ്പും ഒക്കെ അരച്ചിട്ടുള്ള ഒരു പരിപ്പൊടി ഉണ്ടല്ലോ, ഇഡ്ഡലി പൊടി എന്നൊക്കെ പറയുന്നത്, അതും തൈരും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഇരിപ്പിൽ ഒരു 25 ദോശ തിന്നും. എനിക്ക് അത്ര ഇഷ്ടമാണ്. ദോശയാണെങ്കിലും അതെ, ഇഡ്ഡലി ആണെങ്കിലും. മഞ്ജുപിള്ളനെ കടത്തി വിട്ടതിന് ഭക്ഷണം പണ്ടൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. അത് അമ്മ നല്ല പേപ്പർ തിന്നായിട്ട് ദോശ ഉണ്ടാക്കി തരും. അത് ഞാൻ ഡൈനിങ് ടേബിളിൽ പോലും അല്ല ഇരിക്കുന്നത്, കിച്ചന്റെ ആ ഒരു തിട്ടയുണ്ട്, ഈ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യുന്നത്, അതിന്റെ മുകളിൽ കയറി ഇരിക്കും. അപ്പൊ ഗ്യാസ് അടുപ്പ് ഇവിടെ ആണെങ്കിലും ഞാൻ ഇരിക്കുന്ന ഇവിടെയാ. അടുപ്പിൽ നിന്ന് എടുത്ത് നേരെ എന്റെ പ്ലേറ്റിലോട്ട് വീഴും. അങ്ങനെ ഓരോ വീഴുന്ന ദോശ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക, എണ്ണൊന്നും നോക്കാറില്ല. എന്തായാലും അഭിരാമിയുടെ ആ ഭക്ഷണ പ്രിയമായിരിക്കും വേണമെങ്കിൽ മഞ്ജുപിള്ളയെ പോലും ഞെട്ടിപ്പിച്ചിട്ടുണ്ടാവുക. സാധാരണ ഭക്ഷണപ്രിയയാണ് മഞ്ജുപിള്ള, അത് തെറ്റിദ്ധാരണ ആൾക്കാർക്കുണ്ട്. പക്ഷെ ഇപ്പം മഞ്ജു ആകെ ഒന്ന് അങ്ങോട്ട് എന്താ പറയുക ഒതുങ്ങിപ്പോയി. പണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ രൂപം തന്നെയായിരുന്നു മഞ്ജു ഉണ്ടായിരുന്നത്. അഭിരാമി, അതായത് ഈ അഭിരാമിയെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ, ഇപ്പം മഞ്ജു പറഞ്ഞു വളരെ സാധു കുട്ടിയാണെന്ന്. പക്ഷെ പല ആൾക്കാരും വിചാരിക്കണേ അഭിരാമിക്ക് കുറച്ച് ജാട, കുറച്ച് അറിയാത്ത ആൾക്കാരായിരിക്കും. ആണോ? ഏതെങ്കിലും സമയത്ത് അങ്ങനെ ഒരു എയറൊക്കെ വന്ന് കേറിയിട്ടുണ്ടായിരുന്നു? ഇല്ല. എനിക്ക് അതിൽ വിശ്വാസവും ഇല്ല. എന്നുവെച്ചാൽ നമ്മുടെ ഫെയിം ഇന്ന് വരെ നാളെ പോകുന്ന ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ എയർ പിടിച്ച് നടക്കുവാണെങ്കിൽ അത് നമുക്ക് പിന്നൊരു കാലത്ത് നമുക്ക് ദൂഷ്യം ചെയ്യും. ജീവിതം തന്നെ നൈമിഷികം, പിന്നെയല്ലേ ഈ പറഞ്ഞ ഫെയിമും, അല്ലേ? എന്തായാലും സിനിമയിൽ നിന്ന് ഒരുപക്ഷെ കലാരംഗത്തേക്ക്, അല്ലെങ്കിൽ കലാരംഗത്ത് നിന്ന് സിനിമയിലേക്ക്, പിന്നീട് മിനി സ്ക്രീനിലേക്ക്, അങ്ങനെ അഭിരാമിയുടെ ജീവിതം വളരെ സംഭവകുലമാവുകയാണ്. ഇത് സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന പോലെ സംഭവകുലമായ ഒരു ജീവിതം. സാധാരണ ഒരു വിദ്യാർത്ഥിനിയിൽ നിന്ന് കലാരംഗത്തേക്ക് വരുന്നു, കലാരംഗത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ഈ വെള്ളിത്തിരകളിലേക്കുള്ള ഒരു വരവ്. പല ആൾക്കാരെ അഭിരാമിയെ ശ്രദ്ധിച്ചു. ഇന്നും അഭിരാമിയെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന മഹാന്മാരായ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ അഭിരാമി നേടിയ ആ ബാലൻസ് ഷീറ്റ്. ഒരാളെ ഞാൻ കൊണ്ടുവരാം. എൻ്റെ അക്ഷയപാത്രം എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന സമയത്ത് അഭിരാമിക്ക് 18 വയസ്സാണ് പ്രായം. പക്ഷെ അന്ന് തന്നെ ഒരു മെച്ചേർഡ് മൈൻഡ് അവൾക്കുണ്ടായിരുന്നു. അതിനെ അത്ഭുതപ്പെടുത്തി ശരിക്കും പറഞ്ഞു. 2 തലമുറയുടെ കഥ പറയുമ്പോൾ ആദ്യം 20 വയസ്സുള്ള കഥാപാത്രം പരമ്പര അവസാനിക്കുമ്പോൾ 50 വയസ്സുള്ള സ്ത്രീയാകും. അപ്പം ഈ കഥ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവൾ കുട്ടിയെ പോലെയാണ് ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഈ 50 വയസ്സുള്ള പ്രായം നാടകമായിട്ട് അഭിനയിക്കാമോ?
പിന്നെന്താ സാർ, ഐ വിൽ ഡു ഇറ്റ് ഹാപ്പിലി. അതൊരു എനിക്കൊരു വലിയ ക്രെഡിറ്റല്ലേ ആ റോൾ ചെയ്യുന്നത്. എന്താണ് അഭിനയം, ഒരു നടി എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പെരുമാറണം എന്നെല്ലാം നല്ല ഉൾക്കാഴ്ച ഉണ്ടായിരുന്ന ഒരു കലാകാരിയാണ് എൻ്റെ ശ്രീമന്തിനിയായി വന്ന അഭിരാമി. തമ്പി സാറൊക്കെ ഇങ്ങനെ അഭിരാമി ഓർക്കുവാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. അതെ അതെ, അല്ല തമ്പി സാറുമായിട്ട് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. തമ്പി സാറുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു അച്ഛൻ്റെ മകളുടെയും ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. എന്നുവെച്ചാൽ ഒരു 110 എപ്പിസോഡും കണ്ടുകൊണ്ടായിരുന്നു ആ സീരിയല്. സാറ് തന്നെ ഡയറക്റ്റ് ചെയ്ത്, സാറ് തന്നെ എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ ആയിരുന്നു സാറ്. അപ്പം സാറുമായിട്ടുള്ള ഒരു കണക്ഷൻ, വളരെ ഡീപ്പായിട്ടുള്ളൊരു ബോണ്ട് ഞങ്ങൾ തമ്മിലുണ്ട്. ഇപ്പൊ ഒരു 1.5 വർഷം സംസാരിച്ചില്ലെങ്കിൽ പോലും ഞാനൊന്ന് വിളിച്ച് ചോദിക്കുവാണെങ്കിൽ ഒരു 10 മിനിറ്റ്, എന്ത് തിരക്കാണെങ്കിലും 10 മിനിറ്റ് എനിക്ക് വേണ്ടി ഒതുക്കി വെച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ സീരിയൽ ഒരു കലാശാലയാണല്ലേ. പിന്നെ ആ സീരിയൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴും അഭിരാമി നന്നായി പഠിച്ചിട്ടുണ്ടോ? എസ്പെഷ്യലി തമ്പി സാറ് പോലത്തെ ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വർഷമായിട്ട് സിനിമ ഫീൽഡിൽ പ്രവർത്തിച്ച് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ സാറ് പറഞ്ഞതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഐ തിങ്ക് എനിക്ക് ഒരുപാട് ഭാഗ്യം കിട്ടിയത് നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. സോ അതുകൊണ്ടാവാം കുറച്ചുകൂടെ ഒരു ഡെപ്ത് വന്നത്, അതുകൊണ്ടാവാം എൻ്റെ പേഴ്സണാലിറ്റിയിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ തൊഴിലിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലോ അതുകൊണ്ടാവാം. നമ്മുടെ സ്കൂൾ വാസ് ഗുഡ്, ആ ഫൗണ്ടേഷൻ വാസ് ഗുഡ്. സോ ചെറുപ്പകാലത്ത് തന്നെ വലിയൊരു എക്സ്പോഷർ കിട്ടി, ഒരുപാട് ആൾക്കാരുമായി പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായി. പ്രത്യേകിച്ച് ഒരു സീരിയലിൽ 100-150 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കലാശാല പോലെയായി. അതും വ്യത്യസ്ത പ്രായത്തിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അഭിരാമി അഭിനയിച്ചത്. അവസാനം സീരിയൽ അവസാനിക്കുമ്പോൾ എത്ര വയസ്സായി അഭിരാമിക്ക്? സീരിയൽ അവസാനിക്കുമ്പോൾ എന്റെ കഥാപാത്രത്തിന് ഒരു 50-55 വയസ്സായി. അതെ അതെ. അപ്പം 18 വയസ്സുകാരുടെയും 55 വയസ്സുകാരുടെയും മാനറിസം ഒക്കെ ആ സീരിയൽ പ്രയോഗിക്കേണ്ടി വന്നു. അഭിനയത്തിന്റെ എല്ലാവിധ ചാരുതയും വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കേണ്ടി വന്നു. സിനിമയിലേക്കൊക്കെ വരണമെങ്കിൽ സീരിയലൊന്നും അങ്ങനെ മുഖം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടി ഒരു ഒറിജിനൽ ഫേസ് അല്ലെങ്കിൽ നോവൽറ്റി വേണം, അങ്ങനെയൊക്കെ ആൾക്കാർ ഉപദേശിച്ചില്ല. എന്തിനാണ് ഇപ്പം സിനിമയിലൊക്കെ പോകണമെങ്കിൽ അഭിരാമി സീരിയലിൽ അങ്ങനെ അഭിനയിക്കേണ്ട കേട്ടോ? സിനിമയിൽ വരണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് സിനിമയിൽ ഭയങ്കര സക്സസ് ആവണം എന്നുള്ള ഒരു മുൻവിധി നമുക്ക് തന്നെ വെച്ചിട്ട് വരുന്ന ഒരാൾക്ക് ഇതൊക്കെ ബാധകമാണ്. എനിക്കിതെല്ലാം വന്നു പോയതല്ലേ. അല്ലെങ്കിൽ സിനിമ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ലീനേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ല. ഓരോ കാര്യങ്ങൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, ഞാൻ ചെയ്യുന്നു. അഭിരാമി എവിടെ എത്തിയിരിക്കും? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്നിലെ ഞാനൊരു വെറ്റിനറി ഡോക്ടർ ആയനെ പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടതാണോ? നമ്മളെല്ലാരും മൃഗങ്ങളല്ലേ. Man is a social animal. അതെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞു. അതെ, അതാ പഠിച്ചല്ലേ? പഠിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം. ശരി, താങ്ക് യു. ഇല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ഫീൽഡിലോ അല്ലെങ്കിൽ മ്യൂസിക് ഫീൽഡിലോ എന്തെങ്കിലും ചെയ്തേനെ ഞാൻ. ഒരു മൃഗ ഡോക്ടറും എഴുത്തുകാരിയും തമ്മിലുള്ള അതെന്താന്ന് വെച്ചാൽ മൃഗ ഡോക്ടർ ഇത് മാറാൻ കാരണം, ഞാൻ പിന്നീട് കൊച്ചിലെ എനിക്ക് ഭയങ്കര എല്ലാ മൃഗങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മൃഗ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞു കിടക്കും. പക്ഷെ ഈ ഡൈസെക്ഷൻ ഒക്കെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ജീവനുള്ള തവളയൊക്കെ കീറി കുറിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആ ആഗ്രഹം ഞാനൊന്ന് ഷെൽഫിലിട്ട് മാറ്റി വെക്കാം എന്ന് വിചാരിച്ച് പിന്നെയാണ് ഈ ലിറ്റററി ഏരിയയിലോട്ട് വരുന്നതും അതിലോട്ടുള്ള ഒരു ഇഷ്ടം തോന്നുന്നു. ഇപ്പൊ ഷേർലി മാം തന്നെ എന്റെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ ലാംഗ്വേജസിനോട് എനിക്ക് വളരെയധികം എഴുതിയിട്ടുണ്ടോ? കവിത, കഥ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അഡോളസെന്റ് പീരിയഡിൽ കുറെ എഴുതുമായിരുന്നു, കവിതകളും ഒക്കെ എഴുതുമായിരുന്നു. കഥകൾ ഇപ്പൊ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഒരു ഇത് തോന്നുമ്പോഴത്തേക്കൊരു സിനോപ്സിസ് പോലെ എഴുതിയിടാം, അല്ലാതെ അതിനു വേണ്ടി സമയം ചെലവഴിച്ച് ആരെങ്കിലും അമ്മയോ അച്ഛനൊക്കെ വായിച്ചിട്ട് എന്താ ഇവർക്ക് മോഹൻകോല പ്രാന്തായോ ചിലപ്പോ ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ അമ്മയോട് ചോദിച്ചൊരു വാചകം, എടീ നമ്മുടെ മോൾക്കൊന്നൊരു കാറ്റുവീഴ്ച സംഭവിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ ഇതൊക്കെ വായിച്ചിട്ട്. ഇവളുടെ കിളി പോയോ? കിളി പോയോ? കൂട്ടുകാർക്കെല്ലാം വായിക്കാൻ കൊടുക്കുമായിരുന്നു. ചില കൂട്ടുകാർക്ക്, എല്ലാവർക്കും ഇല്ല. വളരെ പ്രൈവറ്റ് ആയിട്ട് വെച്ച് ഞാനങ്ങ് പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല. കയ്യിലുണ്ടോ ഇപ്പൊ? എല്ലാം കളതല്ലേ? ഉണ്ട്, വീട്ടിലിരിപ്പുണ്ട്. ഒരു ഫയലിനകത്ത് എല്ലാം ഹാൻഡ് റിട്ടൺ ആണ്, എല്ലാം പേപ്പറിലല്ലേ എഴുതുന്നത്. അപ്പം എല്ലാം ലിറ്ററേച്ചറെല്ലാം കഴിഞ്ഞ് അപ്പം മൃഗ ഡോക്ടർ ആയില്ല, ഒരു എഴുത്തുകാരി ആകേണ്ടതായിരുന്നു, വേണമെങ്കിൽ ആയി പോകുമായിരുന്നു.
പക്ഷെ അതൊരു മുഴുവൻ സമയ പ്രൊഫഷനായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ അത്ര ലുക്രേറ്റീവ് അല്ല എഴുത്ത്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒഫീഷ്യൽ സ്ഥലങ്ങളിൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അഭിരാമി എന്തിനാ പോയിട്ട് സൈക്കോളജി പഠിച്ചത്? നമ്മൾ എസ്പെഷ്യലി എൻ്റെ കാര്യത്തിൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് തരം ആൾക്കാരെ മീറ്റ് ചെയ്യും, ഒരുപാട് തരം പേഴ്സണാലിറ്റീസിനെ മീറ്റ് ചെയ്യും. ദാറ്റ് എക്സൈറ്റഡ് മീ. അപ്പോൾ ഓരോരുത്തർ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഓരോരുത്തരിൽ കാണുന്ന ഓരോ ലെയേഴ്സ്, അതെനിക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ മനുഷ്യനെ കുറിച്ച് കുറച്ചുകൂടെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് സൈക്കോളജി എടുത്ത് പഠിക്കാം എന്ന് പറഞ്ഞ് സൈക്കോളജി. നമ്മൾ കണ്ട പല ആൾക്കാരുടെയും മനസ്സിന്റെ ഉൾപ്പിരിവുകൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സൈക്കോളജി നമുക്ക് നന്നാവും എന്ന് വിചാരിച്ചു. അത് ചില ആൾക്കാർ എന്നോട് പെരുമാറിയിട്ടുള്ള രീതിയെ ഒന്നും കൂടി ഒന്ന് അപഗ്രഥിക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജി ഒന്ന് പയറ്റി നോക്കാന്ന് വിചാരിച്ചു. മേ ബി അത്രയൊന്നും ആലോചിച്ചില്ല. പക്ഷെ എനിക്ക് ആ ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി, മനുഷ്യന്റെ ബിഹേവിയർ, അതിനോട് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, അഭിരാമി സൈക്കോളജി പഠിച്ചു. പഠിച്ചു കഴിഞ്ഞോ? എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ, എന്റെ അടുത്ത് ചോദ്യങ്ങളൊന്നും ചോദിച്ചു കളയരുത്. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് തിരിഞ്ഞു നോക്കൂലോ അല്ലെ? തിരിഞ്ഞു നോക്കിയപ്പോൾ അഭിരാമിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില എക്സെപ്റ്റൊക്കെ എന്ന് പറയില്ല, കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അതൊക്കെ ഒന്ന് അപഗ്രഥിച്ച് നോക്കിയോ പിന്നീട്? ഇല്ല. അത് ഓരോ സിറ്റുവേഷനിൽ പെടുമ്പോഴത്തേക്കും ഓരോ കാലഘട്ടത്തില് സാഹചര്യങ്ങൾ സംഭവിച്ചു. അതെ, അപ്പൊ മാത്രം അനലൈസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതൊരു ഫുൾ ടൈം പണിയായിട്ടിരുന്നു ഞാൻ ഒരാളെ ഇങ്ങനെ ആലോചിച്ചിട്ട് അയാളുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ സിറ്റുവേഷനെ എന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി ഒരു ഒബ്ജക്റ്റീവായിട്ട് നോക്കാനായിട്ട് എനിക്ക് എന്റെ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്തു. അഭിരാമി എന്നുള്ള സൈക്കോളജി വിദ്യാർത്ഥി നിന്ന് അഭിരാമി എന്നുള്ള ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ച് വീണ്ടും നമ്മുടെ ആ പഴയ വഴിയിലേക്ക് വരുവാണ്. ഞാൻ ഒന്ന് കാണിച്ചുതരാം. ചെറിയൊരു ചമ്മലുണ്ടോ? ചെറുതായിട്ട്. ഇത്രയും ബോറായിട്ടാണല്ലോ ഞാൻ അഭിനയിച്ചെന്ന് തോന്നുന്നുണ്ട് ശരിക്കും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഐ വുഡ് ഹാവ് ഡൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്ലി. എവിടെ ഏത് മാനറിസം മാറ്റിയ? ആ ഒരു മഞ്ജു ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും മഞ്ജു ചേച്ചിയുടെ ആ ഒരു പക്വതയും എന്റെ ഒരു പക്വത ഇല്ലായ്മയും നന്നായിട്ട് അറിയുന്നുണ്ട് അതിനകത്ത്. ഒരുപക്ഷെ അതായിരിക്കും ആ സിനിമയ്ക്ക് വേണ്ടത്. മേ ബി. ഇപ്പൊ അങ്ങനെ ഒരാളെ കണ്ട് അങ്ങനെയാണ് അങ്ങനെ സംസാരിക്കുകയാണ് അഭിരാമി, എങ്ങനെയായിരിക്കും ആ ഡയലോഗ് എൻ്റർ ചെയ്യുക? കുറച്ചും കൂടി ഇരുത്തം വന്ന് ഒന്ന് സാവധാനത്തിലാക്കും, കുറച്ചുകൂടെ പോസസ് ഒക്കെ എടുത്ത് അതിന്റെ ഒരു കുനിപ്പൊക്കെ കിട്ടും, ഒന്ന് സ്ലോ ആകും അല്ലേ? കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആയിട്ട്. ബിക്കോസ് ഒരു ഒബ്സർവേഷൻ അല്ലേ അവിടെ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു മോഡില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഒബ്സർവേഷൻ. ഒന്നും കൂടി മൂപ്പരെയൊക്കെ നോക്കി ഒന്ന് പോസിറ്റ്. അതെ. 90കളിൽ പെപ്സി ടോപ്പ് 10 എന്ന് പറഞ്ഞ് തമിഴിൽ വളരെ ഉങ്കൾ ഉമ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തയായ സൗത്ത് ഇന്ത്യൻ ആങ്കർ ചെയ്തിരുന്ന, അതുവഴി പെപ്സി ടോപ്പ് 10 വളരെ പോപ്പുലർ ആയിരുന്ന ഒരു ഷോ ആയിരുന്നു. അതിൻ്റെ മലയാളം വേർഷൻ അവതരിപ്പിച്ചുകൊണ്ടാണ് ടി വിയിൽ നിറഞ്ഞു നിന്നിരുന്ന അഭിരാമിയെ ഞാൻ ആദ്യമായി കാണുന്നത്. എൻ്റെ ഒരു സഹോദര തുല്യനായ ഒരു സുഹൃത്ത്, വയലിനിസ്റ്റാണ്, ഹരികൃഷ്ണൻ. അദ്ദേഹമാണ് ഇത് സിനിമയ്ക്ക് പറ്റിയ ഒരു ആളാണ് എന്ന് പറഞ്ഞ ആ റെഫറൻസോട് കൂടി തന്നെ സിനിമയിൽ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ഷോയിൽ എന്നെ കാണിച്ചു തരുന്നു. പത്രം എന്ന് പറയുന്ന സിനിമയിൽ ബിജുമേനൻ്റെ നായികയായി ഒരു നടി വന്നു. ജോഷിയേട്ടനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. 2-3 പേര് ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല ലൊക്കേഷനിലായിട്ട് കൊണ്ടുവന്നിട്ട് ശരിയായി വരാഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരാളുണ്ടെന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഹരികൃഷ്ണനെ വിളിച്ച് പറഞ്ഞ് അഭിരാമിയുടെ പേരൻസിന്, ഗ്രാൻഡ് പേരൻസിനെ എല്ലാം പോയി കണ്ട് സംസാരിച്ച് ഇവിടെ നിന്ന് അവിടെ ഞങ്ങളന്ന് കളമശ്ശേരിയിൽ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോഴാണ് അഭിരാമി അവിടെ എത്തുന്നത്. അഭിരാമിയെ ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി അന്ന് ശ്രമിച്ചത് തന്നെ രഞ്ജി പണിക്കർ പെട്ടെന്നൊരു സീൻ സുരേഷ് ഗോപിയെ ഒരു സ്ത്രീ കഥാപാത്രമാക്കി മാറ്റിക്കൊണ്ട് ഒരുപക്ഷെ ഞാൻ സിനിമയിൽ പറയുന്ന ഡയലോഗുകൾ എഴുതി കൊടുത്തിട്ട് അത് ബിജുമേനൻ്റെ കൂടെ നിർത്തി അഭിനയിപ്പിച്ച് ഒരു ടെസ്റ്റ് എടുത്തിട്ടാണ് തീരുമാനിക്കുന്നത് അഭിരാമി മതി ആ സിനിമയ്ക്കെന്ന്. പക്ഷേ എനിക്ക് ഏറ്റവും ഒരാളെ സജസ്റ്റ് ചെയ്ത് അതിനകത്തൊരു സക്സസ്ഫുൾ സജഷനായിരുന്നു എന്ന കൃതാർത്ഥത തോന്നിയത് മഞ്ജു വാര്യരും ഞാനും അഭിരാമിയും കൂടിയുള്ള ഒരു സീനിൽ
ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നത് നെറ്റോ ബംഗ്ലാവിലാണ്, കൊച്ചിയിൽ. അപ്പോൾ അവിടെ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ റിഹേഴ്സൽ എടുത്തപ്പോഴൊക്കെ വളരെ സബ്ഡ്യൂഡായിരുന്നു അഭിരാമി. പക്ഷെ പെട്ടെന്ന് ടേക്ക് വന്നപ്പോഴേക്കും ഫസ്റ്റ് ടേക്കിൽ ആരും പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ ഡയറക്ടർ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഗെസ്റ്റർ വന്ന് കൈയടിച്ചാണ് ജോഷിയേട്ടന് ഷോട്ട് കട്ട് ചെയ്യുന്നത്. എനിക്ക് ആ അഭിരാമിയാണ് അറിയാവുന്നത്. അഭിരാമി ഓർക്കാത്ത പല കാര്യങ്ങളും പോലും സുരേഷ് ഓർത്ത് വെച്ചിരിക്കും. അതെ. അഭിരാമിയുടെ സിനിമയിലേക്കുള്ള പ്രയാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും സുരേഷ് ഗോപിക്ക് ബൈഹാർട്ടാണ്. സുരേഷ് ഏട്ടൻ കാരണമാണ് ഞാൻ ആ സിനിമയിൽ വന്നത്. അപ്പം TV ഷോ മാത്രം ചെയ്ത, ഇൻഫാക്ട് ആ സമയത്ത് TV ഷോ മതിയാക്കിയതായിരുന്നു. പക്ഷെ ആ പഠിത്തവും ഇതും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് വന്നപ്പോഴത്തേക്കും TV ഷോ മതി നിർത്താന്ന് പറഞ്ഞ് ചാനലിന്റെ അടുത്ത് ഞാൻ പിന്മാറുകയാണെന്ന് പറഞ്ഞിരുന്ന ഒരു സിറ്റുവേഷനിലാണ് സുരേഷ് ഏട്ടന്റെ ഇങ്ങനെ വിളി വരുന്നതെല്ലാം. അപ്പൊ ഈ സുരേഷിനും പറഞ്ഞില്ല ഒരു ഡയലോഗ് തന്നു. ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റർ ദൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത്. കേട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. അതെനിക്ക് ഫുള്ള് ഓർമ്മയില്ല. പക്ഷെ രഞ്ജിയാങ്കിൾ എനിക്കൊരു 3 പേജ് ഡയലോഗാ തന്നെ. ഞാനത് കണ്ടു ഞെട്ടിപ്പോയി. പണി കിട്ടി, നല്ലപോലെ പണി കിട്ടി. അപ്പൊ ഈ സ്ക്രീൻ ടെസ്റ്റ് നടത്തുവാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ബിജു ചേട്ടന്റെ അടുത്ത് ഞാനിങ്ങനെ ഓരോ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞ് ഒറ്റ ഷോട്ടാണ് മൊത്തം. അതായത് ഒരു ടേബിളിന്റെ ചുറ്റിലും ഇങ്ങനെ നടന്ന് ട്രോളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോട്ട്. അപ്പൊ ചുറ്റിലും ആൾക്കാർ നിൽപ്പുണ്ട്, ഫുൾ സെറ്റ് പാക്ഡ് ആണ്. എന്നിട്ട് അവസാനം നല്ല ടെൻഷനും ഉണ്ടേ. അപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ജോഷിങ്ങള് ക്ലാപ്പ് ചെയ്തു. അപ്പൊ എല്ലാരും ക്ലാപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് ലൈക്ക് ഇതെന്താ ഈ ക്ലാപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് പിടിയിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലായത് സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു, ക്ലാപ്പിന്റെ അർത്ഥം ഞാൻ അക്സെപ്റ്റഡ് ആയി എന്നുള്ളതാണെന്നൊക്കെ. സോ ഞാൻ ആ ഒരു മൊമെന്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഫോർ ഷുവർ. അതൊരു വഴിത്തിരിവായിരുന്നു അഭിരാമി. എന്താ കാരണം വെച്ചാല് സിനിമയിൽ അഭിരാമി അങ്ങനെ ഉറച്ചു പോവുകയാണ്, അവിടെ ഉറപ്പിക്കപ്പെടുകയാണ് ആ റോള്. അതല്ലെങ്കിൽ വേണമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടേനെ, വേണമെങ്കിൽ മൃഗ ഡോക്ടറായിട്ട് വേണമെങ്കിൽ ശിഷ്ടകാലം വേണമെങ്കിൽ കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നു.